നമ്മളൊക്കെ താഴ്ത്തി കെട്ടുന്നത് സുനിലെ എന്താണ് അനീഷ നമ്മളെ താഴ്ത്തി കെട്ടുന്നത് എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ഒപ്പം നമ്മൾ ആകില്ല. കാരണം അവർക്കൊപ്പം പൈസ ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ പാവങ്ങളാണ്. നമുക്ക് ജീവിക്കാൻ മാർഗമില്ല. അതുകൊണ്ട് നമ്മളും അവരുമായിട്ട് യാതൊരു ടച്ചും ആകില്ല. ഇല്ലാത്ത ആൾക്കാരില്ലാത്ത മാതിരി അവരെ കൂട്ടുപിടിച്ച് നമ്മളെ കൂടെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ നാണക്കേടാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എത്രയൊക്കെ പൈസ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും നമുക്ക് നമ്മളതായ ഒരു നിലയും വിലയും ഉണ്ട്. എല്ലാവരും ഒരുപോലെ ആണെന്നുള്ളത് ചിന്തിക്കരുത് ആരായാലും. നമുക്ക് പൈസ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ഒരുത്തൻ്റെ മുന്നിലും കൈ നീട്ടി ചെല്ലണില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇടുന്നതാണെങ്കിലും എന്ത് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ചെയ്യുന്ന തൊഴിലിന് കൂലി കൊടുക്കണം എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, യേശു പറഞ്ഞിരിക്കുന്നത്. പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യേശു ഭൂമിയിലേക്ക് ജന്മം കൊണ്ട് വന്നത് എന്നാണ് ഞാൻ ബൈബിളിൽ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ പാവങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാവങ്ങൾക്ക് തന്നെ അതിനുള്ള പ്രതിഫലം കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ദോഷമാണെന്നാണ് പറയുന്നത്. ഈശോ പൈസ ആണെങ്കിൽ എന്ത് സാധനമായാലും ഈശോ തരും എന്ന് പറയണത്, ഈശോ തരും എന്ന് പറയണതല്ല ശരി. ഈശോ തരും എന്ന് പറയുകയാണെങ്കിൽ ഈശോ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ മുന്തിരി തോട്ടത്തിൽ ചെല്ലൂ, അവിടെ തൊഴിൽ ചെയ്യൂ, നിങ്ങൾക്ക് പ്രതിഫലം ഞാൻ തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളൊരു തൊഴിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തൊഴിൽ ചെയ്തതിനാണ് ഈശോ പ്രതിഫലം തരുന്നത്. ഇല്ലാതെ നമ്മൾ ഇരുന്നിട്ട് നമുക്ക് പ്രതിഫലം ഈശോ തരും എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതിഫലം കിട്ടില്ല. നമ്മൾ എന്ത് തൊഴിൽ ചെയ്യണോ ആ തൊഴിലിന് ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ ഈശോ അതിനുള്ള പ്രതിഫലം തരും. അല്ലാതെ ഈശോ എവിടുന്ന് എടുത്ത് തരാനോ? ആകാശത്തുനിന്ന് ഈശോ പൊട്ടി മുളച്ചിട്ട്